എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. നടികർ സിനിമ കണ്ടുവന്നിരിക്കുകയാണ്. രണ്ടുപേർക്കും രണ്ട് അഭിപ്രായമാണ്. സിനിമയെക്കുറിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം മച്ചാൻ പറയും, നല്ലതിൽ നിന്ന് തുടങ്ങാം. അതാണ് അത് നല്ലതിൽ നിന്ന് തുടങ്ങാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്താണെങ്കിലും സിനിമ നടികർ കണ്ടുവന്നിരിക്കുകയാണ്. തുടങ്ങുകയാണെങ്കിൽ ടോവിനോയിൽ നിന്ന് തന്നെ തുടങ്ങണം. നല്ലതിൽ നിന്ന് തുടങ്ങണമല്ലോ തീർച്ചയായും. ടോവിനോ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡ് ലുക്ക് സ്റ്റൈല്. ഇതിപ്പോ ഞാനാണോ പറയണത് നീയാണോ പറയണേ? സമ്മതിക്കൂല അല്ലേ? സ്റ്റൈല്, പിന്നെ ഓരോ മാനറിസങ്ങൾ കാണിക്കുന്നു, എല്ലാം കൊണ്ടും തകർത്തിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട്. പിന്നെ അതായത് ആക്ടിങ് വൈസിലേക്ക് വരുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് സംഭവം. ഈ ലുക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് കയ്യിൽ നിന്ന് പോയില്ലേ എന്നൊക്കെ തോന്നിപ്പോകുന്ന ചില സമയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് പല സമയങ്ങളിലും ടോവിനോ തോമസ് നമ്മുടെ ലൂസിഫർ സിനിമയിലെ ജതിൻ രാമദാസ് ആണോ എന്ന് തോന്നിപ്പോയി. ഡയലോഗ് ഡെലിവറി ഒക്കെ അതെന്തുകൊണ്ടാന്ന് അറിയോ? ആളെ എപ്പോഴും സംസാരിക്കുന്നതിനകത്ത് ഈ പല്ല് കടിച്ചു പിടിച്ചിട്ടൊരു സംസാരമുണ്ട്. അതൊരു അത് നമുക്കത് ഫീൽ ചെയ്യുന്നോണ്ടാട്ടോ പറയണം. അതെന്തോ ഒരു ബോറായിട്ട് തോന്നുന്നു. ഇത് പോസിറ്റീവായിട്ട് എടുക്കണം. അതായത് ഈ ഭാഗല്ലേ ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ പൊന്തിയിട്ടുള്ള രീതിയിൽ കടിച്ചു പിടിച്ച് സംസാരിക്കുന്നത് കുറച്ച് ഓവർ ആകുന്നുണ്ടോ എന്നൊരു സംശയം. നീ അങ്ങനെ പറയുമ്പോ നിന്നോട് ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ നീ ആരാണ് എന്നെ അഭിനയം പഠിപ്പിക്കാൻ? അല്ല, ഇപ്പോ നമ്മുടെ മമ്മൂക്കയെ കുറിച്ച് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് നെഞ്ചത്ത് ചവിട്ടൂലേ മറ്റുള്ളവര് ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നാവ് അങ്ങനെ കടിച്ചിട്ട് നെഞ്ചത്ത് ചവിട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് മമ്മൂക്ക പിന്നീട് എടുത്തു കളഞ്ഞു, നിർത്തി. അപ്പോൾ അതുപോലെ അറിയാതെ വന്നു പോകുന്നതാവാം. ഇത് എണ്ണത്തിൽ കൂടുതൽ ഈ സിനിമയിൽ വന്നിട്ടുണ്ട് ടോവിനോയുടെ. ബാക്കി എല്ലാം സെറ്റാണ്. സത്യം പറയാ, തെറ്റിദ്ധരിക്കരുത്, ഇതിൽ ഒരു ഗംഭീര ഷോട്ട് ഉണ്ട്. ന്യൂഡാണ്, പെൺകുട്ടികൾക്ക് അരം കൊള്ളാൻ വേണ്ടി ഇട്ടതാവാം. അത് വളരെ ഗംഭീരമായിരുന്നു. പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു സംഭവം. അതായത് സ്ത്രീകളെ ഇങ്ങനെ സ്ത്രീകളുടെ സൗന്ദര്യം കാണിക്കാൻ ഇങ്ങനെ ഇപ്പൊ ഐറ്റം സോങ്ങിലൊക്കെ കാണിക്കാറുണ്ട്. അതുപോലെ നല്ലൊരു ഭംഗിയുള്ള ശരീരമാണല്ലോ ടോവിനോയുടെ. അതങ്ങനെ കാണിച്ചു തന്നത് രസമുണ്ട്. എന്താണെങ്കിലും ഇതിന്റെ കൂടെ ടോവിനോന്റെ പറയുന്നതിനനുസരിച്ച് തന്നെ ഒപ്പം പറയേണ്ട മറ്റൊരാളാണ് സൗബിന്റെ. നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ആളെ എനിക്ക് തോന്നുന്നു കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, അതായത് നമുക്ക് സന്തോഷം തരുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ. അതെ, നല്ല പോസിറ്റീവ് ഉള്ള ക്യാരക്ടർ. അതെ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ കാണുന്ന കുറച്ച് നാളുകൾക്ക് ശേഷം. എന്തായാലും ആളുടെ ഒരു ബെസ്റ്റ് ക്യാരക്ടർ തന്നെയായിരുന്നു ഇതിനകത്തെ റോളും. പിന്നെ അതുപോലെ തന്നെ ഒരു അവസരം അത് തരൂല, ഇനി കിട്ടൂല, മൈക്ക് മാറ്റി വെച്ചു. സംഗതി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വന്നോണ്ടിരിക്കും. പിന്നെ അടുത്തതായിട്ട് പറയേണ്ടത് സുരേഷ് കൃഷ്ണ. എനിക്ക് മൂപ്പറെ താടി ലുക്ക് കണ്ടിട്ടുണ്ട്, മൈത്രേന്റെ ഒരു ലുക്കൊക്കെ ഉണ്ട്. സത്യമായിട്ടും ആ ഒരു ലുക്കിലൊക്കെയാണ് കുറച്ച് നരപ്പിച്ച് ആ ഒരു ലുക്ക്. പക്ഷെ ആള് എന്നാ അടിപൊളിയാണോ, വൈബ് മനുഷ്യൻ. എല്ലാവരുടെ കൂടെയും അങ്ങോട്ട് എവിടെ കൊണ്ടിരുത്തിയാലും അവിടെ ഓക്കെയാണ്. നല്ലൊരു ക്യാരക്ടർ, നല്ല ക്യാരക്ടറാണ്. കാരണം ഈ അടുത്ത് ഇത്രയും നല്ലൊരു കുറച്ച് കാലമായിട്ട് അതായത് ഇത്രയും മുഴുനീളം ക്യാരക്ടർ കിട്ടിയിട്ടില്ല. ആള് കുറച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല, കുറച്ച് സിനിമകളിലൊന്നും കാണാനില്ലായിരുന്നു ഈ അടുത്തുള്ള സിനിമകളിലൊന്നും. പിന്നെ വന്നത് ഒരു ഗംഭീര വരവ് തന്നെയാണെന്നാണ് തോന്നിയത് കേട്ടോ ഈ സിനിമ കണ്ടപ്പോൾ. എന്തായാലും സിനിമയെക്കുറിച്ച് അതായത് എനിക്ക് തോന്നിയത് സിനിമ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഗംഭീരമാണ്. നമുക്ക് ഏതെങ്കിലും സമയത്ത് ലാഗൊന്നും അടിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഈ സിനിമക്ക് വലുപ്പമില്ല എന്ന് തോന്നി. കണ്ടന്റ് ചെറുതാണെന്നുള്ളതാണ് തോന്നിയത്. പിന്നെ നീട്ടി വലിച്ച് പറഞ്ഞതുപോലെ ഫീൽ ചെയ്തു. അതായത് ഇത്രയും നീട്ടി വലിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ല, അതിനുള്ളതില്ല എന്നുള്ളതാണ് തോന്നിയത്. പക്ഷെ വേറെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നീട്ടി വലിച്ചിട്ടുണ്ടെങ്കിലും ഈ നീട്ടി വലിച്ചത് നമുക്കൊരു ലാഗായിട്ട് തോന്നുന്നില്ല. അത് ഞാൻ പറഞ്ഞു. അതായത് ലാഗിനൊക്കെ ഫീൽ ചെയ്തിട്ടില്ല. അതെ, അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സിനിമ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. സിനിമയുടെ ഓരോ സംഭവങ്ങളും സിനിമക്കുള്ളിലെ സിനിമയായിട്ട് ഓരോന്നും കാണിച്ചു തരുമ്പോൾ അവിടെയുള്ള ഇഷ്യൂസ് അങ്ങനെ പലതും കാണിച്ചു തരുമ്പോൾ നമ്മൾ അതിൽ ഭയങ്കരമായിട്ട് മറന്ന് എൻജോയ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷേ അതല്ലാതെ സിനിമയായിട്ട് നമ്മൾ സാധാരണ പ്രേക്ഷകനായി മാറി നമ്മളതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു വലുപ്പമില്ലാത്ത, എന്നാൽ ഇതിനു മുൻപ് പലതവണ ഇങ്ങനത്തെ സ്റ്റാറുകളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കണ്ടൻ്റാണത്.
അതിൽ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും കയറ്റിയതായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ കുറച്ച് അമ്മപ്പാസവും ആ ഒരു സംഭവം കയറ്റിയിട്ട് ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് ഒരു ഇമോഷണൽ ടച്ച് കിട്ടാൻ വേണ്ടി ചെയ്തു എന്നുള്ളൂ. പക്ഷെ ഇനി എന്തൊക്കെയാണെങ്കിലും ഈ ഉള്ളത് ഇത്രേ ഉള്ളൂ, ചെറുതാണെന്നൊക്കെ പറഞ്ഞാലും ആ ഉള്ളത് കൊണ്ട് ഇവരത് ഗംഭീരമായിട്ട് നമ്മുടെ മുന്നിൽ തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക, ഒരു വൈബിലങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈബോടെ തന്നെ അവസാനം വരെ പോകുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇതായിട്ട് തോന്നിയത് ഹാഫ് ടൈമിന് തൊട്ട് മുന്നേ ഉള്ള ഒരു സീൻ മാത്രമാണ് എനിക്ക് കുറച്ച് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടാത്ത. പിന്നെ വേറെ സീനുണ്ട്, അത് പിന്നെ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല, അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും അത് ഏതോ സീൻ എന്നുള്ളത്. ഒരു കാമിയോ റോളാണ്, അത് കാണുമ്പോൾ മനസ്സിലായിക്കോളും. അത് നമ്മൾ സ്പോയിലർ ആക്കി, അതുകൊണ്ടാണ് പേരൊന്നും പറയാത്ത കേട്ടോ. ആ ആള് വെറുപ്പിച്ചിട്ടുണ്ട്. അതായത് അതും പഴയ ഒരു സിനിമയുടെ റെഫറൻസ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഷെട്ടി ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് വന്നിട്ട് ആള് എന്താണ് അവിടെ ചെയ്യുന്നത് അല്ലേ, ഡയലോഗ് ഡെലിവറി പോലും ശരിയായ രീതിയിൽ വ്യക്തമാവുന്നില്ല. അതറിയാലോ, വ്യക്തമാവാറില്ലല്ലോ. അപ്പൊ അതെ, സത്യമായിട്ടോ അത് നമുക്ക് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ ബാലു വർഗീസ് നല്ല ക്യാരക്ടറായിരുന്നു കേട്ടോ. ആള് ടോവിനോന്റെ കൂടെ തന്നെ ഫുൾ ടൈം ഉള്ള ഒരു ക്യാരക്ടർ. പിന്നെ ഭാവന, ആൾക്കിതിൽ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, ആകെ കുറഞ്ഞ സീനുകളുള്ളൂ, കുറച്ച് സീനുകളുള്ളൂ. പക്ഷെ ഉള്ളതൊക്കെ രസമായിട്ട് കുണുവാവയായിട്ടും അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട് ആ സീനൊക്കെ. അതൊക്കെ അടിപൊളിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുവാ, പിന്നെ ഡയറക്ഷനെ കുറിച്ച് എടുത്ത് പറയണം. ഡയറക്ഷൻ നല്ല, അതായത് മേക്കിംഗ് വേറെ ലെവലാണ്. അത് ഓക്കെ, നല്ല റിച്ച് ഫ്രെയിമുകളാണ്, പിന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് പൈസ എറിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ബഡ്ജറ്റ് വരാൻ. അത് സിനിമക്ക് നല്ല നെഗറ്റീവായിട്ട് വരും ചെയ്യും. അത് ബാധിക്കുമോ എന്നുള്ളത് നമുക്കിപ്പോ ഇതിന്റെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. ഉദാഹരണത്തിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഒട്ടും ഇഷ്ടമായില്ല, എൻഗേജ് ആണ്. പക്ഷെ എന്നാലും ഈ കണ്ടന്റ് വെച്ചിട്ട് ഇത് ചെറുതായിട്ടാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്കത് അങ്ങനെ ഭയങ്കര സംഭവമായിട്ട് തന്നെ എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സിനിമ. കണ്ടു കഴിഞ്ഞപ്പോഴും ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പിന്നെ അതില് ചന്തുവിന്റെ കഥാപാത്രം സലീം കുമാറിന്റെ തനി പകർപ്പാണ് മുറിച്ചു വെച്ചേക്കുക. അതായത് ഇനി ആളെ മുഴുനീളം യൂസ് ചെയ്യാം എന്ന് തോന്നി. ആൾക്ക് അതിനുള്ള ആംബിയർ ഉണ്ട് കേട്ടോ. ഒരു ഇപ്പം ഒരു സഹനടനായിട്ടൊക്കെ ഫുള്ളായിട്ട് പോവാനും ഉള്ള ആംബിയർ ഉള്ള ഒരു നടനാണെന്നുള്ളത് നമുക്ക് തെളിയിക്കേണ്ടത്. അതായത് 1-2 സീനിലേ വരുന്നുള്ളൂ, ആ 1-2 സീനിൽ പോലും സൂപ്പറാക്കിയിട്ട് ആള് പോയിട്ടുണ്ട്. ചില രസകരമായ ഡയലോഗ്സ് ഉണ്ട്, വളരെ മോശപ്പെട്ട ഡയലോഗ്സും ഉണ്ട്. അതായത് കോളേജിലൊരു സീനുണ്ട്, അതിലെ ഒരു സ്റ്റുഡന്റ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല ആ സീന്. അതായത് സ്റ്റാർഡം പൊളിക്കുന്നൊരു സീനാണ്, ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു സീനാണത്. അതിന്റെ ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, അതായത് ആ സ്റ്റുഡന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്നൊരു സംഭവമാണ്. ആ ഒരു സംഭവം തന്നെ വളരെ മോശമായിട്ടുള്ള സാധനം. അതായത് ഉദ്ദേശം അതാണ്, സ്റ്റാർഡം പൊളിക്കണം, അതിന് വേറെ രീതിയിൽ ചെയ്യണമായിരുന്നു. ഈ രീതിയിൽ അതായത് മനഃപൂർവ്വം ഫോഴ്സ്ഫുള്ളി സ്റ്റാർഡം പൊളിക്കാനായിട്ട് അങ്ങനെ ചോദിപ്പിക്കാം എന്ന് കരുതി ചോദിപ്പിച്ചതുപോലെ ഉണ്ട്. സാധാരണ അങ്ങനെയൊന്നും ചോദിക്കുന്നു നമുക്ക് തോന്നുന്നില്ല. അത്ര മോശമായിട്ടൊക്കെ വരും ആ സിനിമക്ക് സംഭവിച്ചു. ഓക്കെ, അതിനുശേഷം ആള് തിരിച്ച് ചോദിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളില്ലേ, അത് ശരിക്ക് ആൾക്കെതിരെ എല്ലാം ഉണ്ടാവുന്നുണ്ട്. ആ ചോദ്യം ചോദിച്ച ആൾക്കെതിരെ ഉണ്ടാവുന്നുണ്ട്. അതായിരുന്നു ശരിക്കും കാണിക്കേണ്ടത്. ഇത് നേരെ തിരിച്ചാണ്. തിരിച്ചൊന്ന് കാണിക്കാൻ കാരണം ആളൊരു പൊട്ടനാണെന്നുള്ളതാണ് നമ്മളെ കാണിച്ചു തരുന്നത് തന്നെ. അതാണ് ആ ഒരു ബേസിൽ ഇങ്ങനെ പോകുന്നത് കൊണ്ടായിരിക്കാം. ഇനി എടുത്തു പറയേണ്ടത് ഇതിന്റെ മ്യൂസിക് ചെയ്ത ആളെ എക്സൻ ഗാരി. അയാള് പുതിയ ആളാണ്. രണ്ടാളാണോ? ഒരാൾ തന്നെയല്ലോ, എക്സൻ ഗാരി എന്നുള്ളതാണ് അതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ടുണ്ട്. അതായത് ഇതില് ഫുള്ള് ട്രിപ്പ്, ഫുള്ള് ആറുമാതാണ്, വള്ളടി കാര്യങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്ന സമയങ്ങളിലുള്ള ആ ഒരു വൈബ് മൂടുണ്ടല്ലോ, അത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ആ വൈബാണ്. ആ വൈബിന് എന്ത് സാധനമാണോ BGM-ലോ അല്ലെങ്കിൽ മ്യൂസിക്കിലോ അവിടെ കൊടുക്കേണ്ടത് അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. തുടക്കത്തിലെ ആ സോങ് മുതലേ അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ എഴുതി കാണിക്കുന്ന സംഭവങ്ങൾ അതായത് കാലഘട്ടം ഇങ്ങനെ മാറി 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 വരുന്നതും ഈ 2024 വരെ എത്തുന്നതിന് ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. നമ്മുടെ റേറ്റിംഗിലേക്ക് പോവാം. എനിക്ക് ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല സിനിമ. എനിക്ക് ആവറേജിന് മുകളിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ സിനിമ കണ്ടു കഴിഞ്ഞാൽ. എനിക്ക് എന്തായാലും ഒരു 6.5 ഔട്ട് ഓഫ് 10.
ഓക്കെ. എന്തായാലും പോയിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ എനിക്ക് നല്ല വിഷമമുണ്ട്, സിനിമ ഇങ്ങനെയുള്ളല്ലോ, ഇന്ന എത്ര അല്ലേ എന്നെ ശരിയായ രീതിയിൽ തൃപ്തിപ്പെടുത്തിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. വിഷമിക്കേണ്ട, അടുത്തേക്ക് നമുക്ക് എന്തായാലും എനിക്ക് ഭയങ്കര ഹാപ്പി കേട്ടോ, സത്യം കേട്ടോ. എനിക്ക് എന്താണെന്ന് പറഞ്ഞൂടാ, നല്ല ത്രില്ല് അടിച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും പോവാണ്, നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. അപ്പം എന്തായാലും ബൈ. സ്ക്രിപ്റ്റിലാണ് പ്രശ്നം, ഡയറക്ഷനിലല്ല. ഡയറക്ഷൻ കേൾക്കില്ല. അതായത് ലാൽ ജൂനിയറിൻ്റെ ഡയറക്ഷൻ നല്ലതായിരുന്നു, പക്ഷെ അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റ് ഇല്ല, വലുപ്പമില്ല സിനിമക്ക്, വിഷമമുണ്ട്.